പേരുകൊണ്ടും വരം കൊണ്ടും ഏറെ മാറിപ്പോകാൻ സാധ്യതയുള്ള വിശുദ്ധൻ്റെ തിരുനാളാണ് ഒക്ടോബർ 28 അൾത്താരക്കുട്ടി ലേഖനം വായിക്കുമ്പോൾ ഒരധ്യായവും 25 വാക്യമുള്ള ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും വിശുദ്ധ യൂദാസ് എഴുതിയ ലേഖനം. ചുംബിച്ചിട്ടാണോ ചുംബിക്കണേക്കാളും മുമ്പാണോ ഈ ലേഖനം എഴുതിയത്? യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ടല്ലേ? അങ്ങനെ ആളുകൾ ചിന്തിക്കും. അങ്ങനെ മാറിപ്പോകും. ഒക്ടോബർ 28 ചെറിയ യാക്കോബിൻ്റെ സഹോദരനായിട്ടുള്ള ഈശോയുടെ ശിഷ്യനായ വിശുദ്ധ യൂദാ തദേവുസ് പുണ്യവാളൻ്റെ തിരുനാളാണ്. ഒപ്പം തന്നെ മാറിപ്പോകുന്ന വേറെ കാര്യം കൊണ്ട് ഇവിടെയുണ്ട്. ചൊവ്വാഴ്ചകളിൽ നമ്മൾ വിശുദ്ധ അന്തോണീസ് പുണ്യവാളനെ പ്രത്യേകം ഓർമ്മിക്കുമ്പോൾ നമുക്കൊരു സംശയം വരും. അന്തോണീസ് പുണ്യവാളൻ അസാധ്യ കാര്യങ്ങളുടെ മനുഷ്യനല്ലേ? അന്തോണീസ് പുണ്യവാളൻ നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കാൻ വരമുള്ള വിശുദ്ധനാണെങ്കിൽ വിശുദ്ധ യൂദാ തദേവുസ് പുണ്യവാളനാണ് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലതും സാധ്യമാകാതിരിക്കുമ്പോൾ ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി ദൈവത്തിൻ്റെ സാധ്യമാക്കാൻ വരമുള്ള ഈ വിശുദ്ധനെയാണ് നമ്മൾ ഒക്ടോബർ 28 ഓർക്കുക. പ്രത്യേകം ഓർക്കാം, കുറേ നാളുകളായി ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളായി നിൽക്കുന്ന മേഖലകൾ, ഞങ്ങളെക്കൊണ്ട് സാധിക്കാത്ത ചില മേഖലകൾ എല്ലാം ദൈവത്തിന് വേണ്ടി സാധ്യമാക്കി തരുന്ന ഈ വിശുദ്ധൻ്റെ വലിയ ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ദൈവാനുഗ്രഹമായി വർഷിക്കണമെന്ന് ആഗ്രഹിക്കാം. ദൈവം സമൃദ്ധമായി വിശുദ്ധ യൂദാ തദേവുസ് പുണ്യവാളനിലൂടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.